നമ്മുടെ വിശ്വാസങ്ങൾ വ്യാപാരവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് എത്രയോ കാലമായില്ലേ. അക്ഷയ തൃതീയ ഒരു നല്ല ഉദാഹരണമാണ്. എപ്പോൾ മുതലാണ് നമ്മുടെ ഇമോഷൻസ് കച്ചവടം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിയത്, അപ്പോൾ മുതൽ അതെല്ലാം തന്നെ കച്ചവടവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു, അതെല്ലാം വ്യാപാരവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ വിശ്വാസങ്ങളെല്ലാം വ്യാപാരവൽക്കരിക്കപ്പെട്ടതാണ്, നമ്മുടെ അന്ധവിശ്വാസങ്ങളെല്ലാം അതിനേക്കാൾ വ്യാപാരവൽക്കരിക്കപ്പെട്ടതാണ്. ഏത് സ്ഥാപനങ്ങളാണോ ഈ പറയുന്ന രീതിയിലുള്ള സ്ഥാപനവൽക്കരണത്തെയും വ്യാപാരവൽക്കരണത്തെയും എതിർക്കേണ്ടത്, ആ സ്ഥാപനങ്ങൾ തന്നെ ഈ അന്ധവിശ്വാസങ്ങൾക്ക് ആക്കം കൂട്ടുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളിലെ പൊങ്കാല ശാസ്ത്രീയമാണോ എന്നൊരു ചോദ്യമേ ഇല്ല. ക്ഷേത്രങ്ങളിലെ പൊങ്കാലയായാലും പിന്നെ പള്ളികളിലെ ഉത്സവങ്ങളായാലും ഒന്നും അതിനകത്തൊന്നും ശാസ്ത്രീയതയില്ല. പക്ഷെ മനുഷ്യർക്ക് ഒത്തുചേരാനുള്ള അവസരങ്ങൾ എന്നുള്ള തരത്തിൽ അവർക്കെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തെ കുറച്ച് കാണുകയല്ല. മനുഷ്യർ ഒത്തുചേരുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. മനുഷ്യരൊരു സാമൂഹിക ജീവിയാണ്. ആ രീതിയിൽ മനുഷ്യർക്ക് ഒത്തുചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നതെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അതേസമയം ആ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് മറ്റൊരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ മറ്റുള്ള പ്രവർത്തനങ്ങളെ ഹനിച്ചുകൊണ്ടോ ആവരുത് എന്ന തരത്തിൽ ഉറപ്പുവരുത്താൻ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം എല്ലാവർക്കും ഭരണഘടന ഒരേ തരത്തിലുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടും എന്ന് പറയുന്നത് പോലെയല്ലേ എന്നൊക്കെ ചോദ്യമുണ്ട്. ഇപ്പം റബ്കോ എന്ന് പറയുന്ന മാട്രസിൻ്റെ പരസ്യത്തിൽ ഒരു കുട്ടി മാർക്ക് വാങ്ങിക്കുന്നുണ്ട്. മാർക്ക് വാങ്ങിച്ച കുട്ടിയോട് ടീച്ചർ ചോദിക്കുന്നത് എങ്ങനെ നേടി ഇത്ര ഉയർന്ന മാർക്ക്? അപ്പോൾ കുട്ടി പറയുന്നത് ഉറങ്ങി നേടി എന്നാണ്. അപ്പോൾ കേട്ടാൽ നമുക്ക് ചിരി വരുമെങ്കിലും അത് വളരെ സയൻറ്റിഫിക്കാണ്, ശാസ്ത്രീയമാണ്. കാരണം ഉറക്കത്തിലാണ് മെമ്മറി കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ പരീക്ഷകളെല്ലാം മെമ്മറി മാത്രം ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഉറങ്ങിയാൽ മെമ്മറി കൺസോൾട്ടേഷൻ ശക്തമാവുകയും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുകയും ചെയ്യും, അതിലൊന്നും സംശയമില്ല. അപ്പോൾ അതേപോലെ തന്നെ ഉയരം, പിന്നെ വെയിൽ എത്രത്തോളം ചെരിഞ്ഞാണ് തുടങ്ങിയതൊക്കെയാണ് ചായയുടെ രുചി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഏതായാലും അതെല്ലാം ഒരുമിച്ച് പറഞ്ഞു വിട്ടിരിക്കുന്നു.